ഹായ് ഓൾ. ഇന്ന് ഞാൻ എങ്ങനെയാണ് സ്വയം മുടി വെട്ടുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാനിപ്പം എൻ്റെ മുടിയാണെങ്കിൽ ഒത്തിരി അങ്ങ് നീണ്ടിട്ട് താഴെ അറ്റമൊക്കെ അങ്ങ് അൺഹെൽത്തി ആയിട്ട് ഇങ്ങനെ കോല് പോലെയൊക്കെ ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് മുറിക്കാമെന്ന്. കാരണം ഞാൻ കുറേ നാളായി പാർലറിലൊക്കെ പോയിട്ട് അപ്പം ഞാൻ സ്വയം തന്നെയാണ് ഇപ്പോൾ ഒത്തിരി കാലം കൊണ്ട് മുടി മുറിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ബാങ്ക്സും എല്ലാം ഞാൻ തനിയെ തന്നെയാണ് വെട്ടുന്നത്. മുടി മുറിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുടി നല്ലോണം നനയ്ക്കണം. ഇനി നനയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ, വെള്ളം നിറയ്ക്കുന്ന ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിരുന്ന അത് വെച്ച് സ്പ്രേ ചെയ്ത് വേണം മുടി നനയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ കുളിച്ച് കയറിയ ഉടനെ വെട്ടുക. നല്ലോണം ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമുക്ക് ചീവിയാൽ ഇരിക്കും. നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീവിയാൽ ഇരിക്കണം. നമ്മൾ പിടിക്കുന്ന രീതിക്ക് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത്. ഇതാണ് സ്പ്രേ ബോട്ടിൽ. ഈ സ്പ്രേ ബോട്ടിൽ കൊണ്ട് നമുക്കിതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇത് വെച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് നനയ്ക്കാൻ പറ്റും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം അടിച്ച് നനയ്ക്കാൻ പറ്റും. ഇനി ഉടക്കെടുക്കാനുള്ള ചീപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡീറ്റാങ്കിൾ കോമ്പ്. ഈ ഡീറ്റാങ്കിൾ കോമ്പ് എന്ന് പറയുമ്പോൾ നല്ല വിടവുള്ള കോമ്പാണ്. ഇത് വെച്ച് കുട്ടികൾക്കായാലും നമുക്കായാലും ഉടക്കെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഉടക്ക് നമ്മുടെ മുടിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന എങ്ങനെ ഇങ്ങനെ അങ്ങ് ചീവിയാണ് ഉടക്കെടുക്കുന്നത്. അങ്ങനെയല്ല ചെയ്യാനുള്ളത്. നമ്മൾ മുടിയുടെ തുമ്പെന്ന് ഉടക്കെടുത്ത് ആണ് മേളിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ആ ഉടക്കെടുക്കാനുള്ള ടാങ്കിൾ എടുക്കാനുള്ള അതാണ് ഡീറ്റാങ്കിൾ കോമ്പ്. കട്ടിംഗ് കോമ്പ് കാണുന്നില്ല. ഇതാണ് ടെയിൽ കോമ്പ്. ഇത് വെച്ച് നമുക്ക് ലൈൻ എടുക്കാനും പിന്നീട് നമുക്ക് എണ്ണയോ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് വകുപ്പെടുക്കാനൊക്കെ ഏറ്റവും എളുപ്പം ഇതാണ്. ഇനി സിസേഴ്സ്, ഏത് സിസേഴ്സ് എടുത്ത് വെച്ച് മുടി വെട്ടരുത്. മുടി വെട്ടാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ് തന്നെ ഉപയോഗിക്കണം. അത് ഇതേപോലത്തെ സിസേഴ്സ്. ഇതിൽ നോക്കിയേ, ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ക്യൂവിൻ്റെ വാല് പോലൊരു സാധനം കാണും. അപ്പം നമ്മൾ റിംഗ് ഫിംഗറാണ് ഇതിൻ്റെ ഇടയിൽ ഇടാനുള്ള, ഇതിൽ തമ്പുമാണ് ഇടാനുള്ള. എന്നിട്ട് ഈ ചെറിയ ഫിംഗർ വെച്ച് ഇവിടെ ഹോൾഡ് ചെയ്യണം. ബാലൻസ് കിട്ടാൻ വേണ്ടി ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അനക്കുമ്പോൾ നമ്മുടെ തമ്പ് മാത്രമേ അനക്കാവൂ. താഴത്തെ ഇത്രയും പോർഷനും അനക്കാതെ വേണം മുടി വെട്ടാനായിട്ട്. അപ്പോഴാണ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വെട്ടാൻ പറ്റുന്നത്. നിങ്ങൾ സലൂണിലൊക്കെ പോയി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് മുടി വെട്ടണമെന്ന്. അവർ തമ്പ് മാത്രമാണ് അനക്കുന്നത്. ഇവിടെ താഴത്തെ പോർഷൻ അനക്കാറേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ മുടി മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതായത് എല്ലാ മുടിയും കൂടെ ചീവി ഞാൻ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഒരു ബാൻഡ് ഇടും. ആ ബാൻഡ് കുറച്ചുകൂടെ നന്നായിട്ട് ചീവി താഴോട്ട് വന്നിട്ട് എത്രയാണോ നമുക്ക് മുറിക്കാനുള്ള അവിടെ പിടിച്ചങ്ങ് മുറിക്കുക. അപ്പോൾ അതൊറ്റ ലെയറായിട്ട് കിട്ടും. അതായത് ഒരു യു ഷേപ്പായിട്ട് ബാക്ക് സൈഡിൽ കിട്ടും. ഇനി അതിനെ ലെയർ ചെയ്യണമെങ്കിൽ അത് അഴിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഇവിടെ ചെവിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെയുള്ള മുടി താഴോട്ട് വിട്ടിട്ട് ബാക്കിയെല്ലാം കൂടെ സെയിം രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ മുടി മുറിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ലെയർ വേണമെങ്കിൽ നമ്മൾ ചെവിയുടെ മേളിൽ നിന്ന് ഉള്ള പോർഷൻ ഇങ്ങോട്ടെടുത്ത് അതേപോലെ ചെയ്യുക. പിന്നെയും വേണമെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് എടുക്കുക. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരൊറ്റ ഇത് മാത്രമേ ചെയ്യണുള്ളൂ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടി എല്ലാം കൂടെ ഒരേ പൊസിഷനിൽ ചീവി ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. അതായത് എല്ലാ മുടിയും ഒരേ പൊസിഷനിൽ നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു മുടിയും പൊങ്ങിയിരിക്കരുത്. ഈ രീതിക്ക് വേണം ചെയ്യുവാനായിട്ട്. ചീവിയിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് വേണം, നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് അത് ഇടുക. ഇങ്ങനെ ഇടുക. ഇപ്പം നമ്മൾ സലൂണിലൊക്കെ പോയി അവർ കുറേ കൂടെ നന്നായിട്ടൊക്കെ ചെയ്യും. പക്ഷേ ഭയങ്കര പൈസയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ സലൂണിലൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പോകാറില്ല. ഞാൻ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നല്ലോണം ബ്രഷ് ചെയ്യുക. ഇപ്പോൾ ഇത് ഏകദേശം എൻ്റെ മുടി ഒരേ ലെവലാണ്. കാരണം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെട്ടിയതാണ്. പക്ഷേ മുടി ഒത്തിരി അങ്ങ് വല്ലാത്ത ഒരു അൺഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്ര നീളം, അതായത് എൻ്റെ ഒരു കൈയുടെ ഭാഗം വരെ ഏകദേശം ഇത്രയും മുറിച്ച് കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി അൺഹെൽത്തിയാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ പിടിച്ചതിന് ശേഷം
ഇതേപോലെ സിസേഴ്സ് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വെച്ച് തന്നെ വെട്ടാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെ വെച്ചാണോ മുടി മുറിക്കാനുള്ള അതിൻ്റെ മേളിൽ കൂടെ ഒരു ബാൻഡ് ഇടുക. അതായിരിക്കും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ മുറിച്ച് കളയണമെങ്കിൽ അത്രയും ഭാഗം തന്നെ മുറിക്കുക. അതായത് സിസേഴ്സ് എടുത്ത് ഇങ്ങനെ പിടിക്കുക, ഇതായിരിക്കും എളുപ്പം. എന്നിട്ട് മുറിക്കുക, ഇവിടെ വെച്ച് മുറിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് പാടാണ് ഇങ്ങനെ മുറിക്കുന്ന. ഏകദേശം ഇത്രയും മുറിച്ച് കളഞ്ഞു. കാരണം ഇതിൻ്റെ എൻ്റെയൊക്കെ വല്ലാതെ ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മുറിച്ചത്. ഇനി ഈ റബ്ബർ ബാൻഡ് അങ്ങ് എടുക്കുക, ചീവി നോക്കുക. ഏകദേശം ഒരേ ലെവലായി കിട്ടി. ഇനി ഇത് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴേറ്റ് ഒരേ ലെവലല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പതുക്കെ അതിൻ്റെ എൻഡ് റബ്ബർ ബാൻഡ് അങ്ങ് അഴിക്കുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, മുടി നല്ല യു ഷേപ്പിലല്ലേ കിടക്കുന്നത്. ഇതുപോലെ വേണം നമ്മൾ മുടി സ്വന്തമായിട്ട് മുറിക്കാൻ. ഇനി ബാങ്ക്സ് ഇടുന്നെങ്കിൽ ഇവിടെ ചിലരിങ്ങനെ മുടി എടുത്ത് വെട്ടുമല്ലോ, അതിനെയാണ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അത് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ വി ഷേപ്പിൽ മുടി എടുക്കുക. എനിക്ക് ഒട്ടും ഉള്ളില്ല ഫ്രണ്ട് വശമൊന്നും, അതുകൊണ്ടാണ് ഞാൻ ബാങ്ക്സ് വെട്ടുന്നത്. ബാങ്ക്സ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മുടെ തല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇങ്ങനെ വെച്ച് വെട്ടരുത്, ഇങ്ങനെയൊന്നും വെച്ച് വെട്ടരുത്. കറക്റ്റ് ഷേപ്പ് വന്നിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ താടിയില്ലേ, ഇവിടെ താടിയുടെ ഈ ലെവലിന് വരെ മുടി മതി. ഓക്കെ, താടിയുടെ ഈ അടിയിലോട്ട് വരുന്ന ഭാഗം വെട്ടി ഞാൻ കളഞ്ഞാൽ മതി. ഇത്രയും ഭാഗം വെട്ടിക്കളയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബാങ്ക്സ് കിട്ടും. നമ്മൾ ബാങ്ക്സ് വെട്ടിയിടുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്രണ്ട് വശം ഉള്ളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് ലൂസായിട്ടിരിക്കും മുടി. ഈ വെട്ടിയിട്ട മുടി ഒന്ന് ലൂസായിട്ടിരിക്കും. ഓക്കെ, വെട്ടിയിട്ട മുടി ലൂസായിട്ടിരിക്കുമ്പോൾ ഇവിടെ മുടി ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാങ്ക്സ് വെട്ടിയിടുന്നത്. ചിലർക്ക് ഇത്രയും തന്നെ യു വേണമെന്ന് തോന്നിയില്ല എങ്കിൽ താഴെ അറ്റം കുറച്ചുകൂടെ മുറിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ഈ തുമ്പൊന്ന് ഇങ്ങനെ ഞറക്കി കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് തീരെ ഒരു ഇതായിട്ട് കിടക്കില്ല, അവിടെയും കൂടെ കുറച്ചത് ഒരു ഷേപ്പ് വരും. ഇതിപ്പോൾ ഒരേ ലെവലിൽ യു പോലെ കിടക്കും. നിങ്ങൾക്ക് ലെയർ തട്ട് ലെയറായിട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഈ ചെവിയുടെ ഇവിടെ നിന്നുള്ള ഇത്രയും പോർഷൻ്റെ മുടി എടുക്കുക. എന്നിട്ട് ബാക്കി മുടി താഴോട്ടിട്ടതിന് ശേഷം ഈ മുടി മേലോട്ട് കൊണ്ടുവന്ന് ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇത്ര നീളം വെട്ടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു ലെയറും കൂടെ വേണമെങ്കിൽ ഈ ചെവിയുടെ മോൾ ഭാഗത്തോട്ട് വരിക. എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ 4 ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത്. മുകളിൽ വന്നിട്ട് ഇവിടെ നിന്നുള്ള മുടി എടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം താഴോട്ടിട്ടതിന് ശേഷം അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ബാൻഡ് ഇട്ടിട്ട് കുറച്ചുകൂടെ നീളം കട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെവി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന്, അതായത് ഇവിടുത്തെ ഈ ടെമ്പിൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് മുടി കൊണ്ടുവരിക. മുടി കൊണ്ടുവന്ന് അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് ബാൻഡ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ഇഞ്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തട്ടായിട്ട് കിടക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ക്ലിപ്പ് ഇടത്തല്ലേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ലെയറും ഇങ്ങനെ വേണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു യു ഷേപ്പിന് മുടി വെട്ടുന്നത്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ വെട്ടി നോക്കിയാൽ മതി, നന്നായിട്ട് തന്നെ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് നല്ല നനവിൽ വേണം മുടി വെട്ടാൻ. അപ്പോൾ ചീവി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് മുടി നിൽക്കും, ഇല്ലെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിട്ട് ആ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നല്ലവണ്ണം നനഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഈ രീതിയിൽ വെട്ടി നമുക്ക് നമ്മുടെ മുടിയുടെ തുമ്പ് നമുക്ക് സ്വയം തന്നെ വെട്ടാനും എല്ലാം പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഇത് എപ്പോഴെങ്കിലും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയും ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു, ലവ് യു ഓൾ. എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ലവ് യു.